2019 ഉണ്ണികൃഷ്ണൻ പോറ്റി ശ്രീപുരത്ത് ജോലി ചെയ്തിരുന്നു പറഞ്ഞല്ലോ, ശബരിമലയിൽ അല്ല ബംഗളൂരിൽ ഒരു അയ്യപ്പ ക്ഷേത്രത്തിൽ. രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാലഹള്ളിയിൽ ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. ഈ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലുകൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണം പൂശി സമർപ്പിച്ചത്. അത് 2019 അതായത് ശബരിമലയിലെ വാതില് സ്വർണം പൂശി സമർപ്പിച്ചതിന് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ തന്നെയാണ് ഈ ജോലിയും ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ശബരിമലയിലെ ഉമ്മറ കട്ടിളപ്പടിയും വാതിലും ഒക്കെ സ്ഥാപിച്ചതിൽ നിന്നും അടിച്ചു മാറ്റിയ സ്വർണത്തിൻ്റെ ഒരംശം ഉപയോഗിച്ച് ജാലഹള്ളിയിലെ അയ്യപ്പ ക്ഷേത്രത്തിന് ഇവർ നിർമ്മിതി കൊടുത്തതായിരിക്കും. അവിടെ ഈ തെലുങ്കാന കേന്ദ്രീകരിച്ച് രണ്ടാമതൊരു ശബരിമല തന്നെ പണിയാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ ഗോവർദ്ധനും അനന്തസുബ്രഹ്മണ്യവും ഒക്കെ പ്ലാൻ ചെയ്തിരുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വിവരം കൂടി പുറത്തു വരുന്നു. എന്ത് തന്നെ ആയാലും ഇവർ 30,000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ബിസിനസ് കേരളത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുണ്ടെന്നുള്ള അയാളുടെ ഹാർഡ് ഡിസ്കിൽ നിന്നുള്ള കാര്യങ്ങൾ SIT കണ്ടെത്തുന്നു. കൂടാതെ ബംഗളൂരുവിൽ ചെന്ന് കഴിഞ്ഞപ്പോഴും അവിടെ ഒട്ടുമിക്ക പ്രദേശങ്ങളും ഉണ്ണികൃഷ്ണൻ പോറ്റി, അനന്തസുബ്രഹ്മണ്യം, ഈ ഗോവർദ്ധൻ മുതലായ ആളുകളുടെ ഒരു ലോബിയാണ് ഇത് വാങ്ങിക്കൂട്ടിയിട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ, കൂടാതെ കോടിക്കണക്കിന് രൂപയാണ് പലിശയ്ക്ക് കൊടുത്തേക്കണത് എന്ന് പറയുന്നുണ്ട്. ഇവിടെ മറ്റൊരു വൈരുദ്ധ്യം കൂടി ജനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. SIT പലരും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അടുത്ത് പരിചയമുള്ള പല ആളുകളിൽ നിന്നും കൈവായ്പയായിട്ട് ചെറിയ ചെറിയ തുകയൊക്കെ മേടിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ അതിന്റെ പുറകിലുള്ള ഉദ്ദേശം ഇയാൾ ലയബിലിറ്റി ഉള്ള ആളാണെന്ന് കാണിക്കുക. അതെ, കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉണ്ട് എന്ന് പറയപ്പെടുമ്പോഴും അങ്ങനെയല്ല, വളരെ സാധാരണക്കാരനായ ഒരാൾ, വളരെ സൗമ്യനായിട്ടുള്ള മനുഷ്യനാണെന്ന് പറഞ്ഞ പല ആളുകളും